എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ശിവഗിരി മഠത്തിൻ്റെ ആഭിമുഖ്യത്തിൽ രാജ്യത്തും വിദേശ രാജ്യങ്ങളിലുമൊക്കെ നടന്നു വരുന്ന ഒരു പ്രോഗ്രാമാണ് ശ്രീനാരായണ ദിവ്യ പ്രബോധനവും ധ്യാനവും. ഇപ്പോൾ നാളെ മുതൽ 14-ാം തീയതി വരെ നടക്കുന്ന കട്ടപ്പന മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ച് നടക്കുന്ന ശ്രീനാരായണ ദിവ്യപ്രബോധനവും ധ്യാനവും 440ാമത് പരിപാടിയാണ് കട്ടപ്പനയിൽ നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിൻ്റെ ഒരേ ഒരു ആധ്യാത്മിക പോഷക സംഘടനയാണ് ഗുരുധർമ്മ പ്രചരണ സഭ. രാജ്യത്തും വിദേശ രാജ്യങ്ങളിലുമായി 2367 യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ മതാതീത ആത്മീയത പ്രചരിപ്പിച്ചുകൊണ്ട് മതപരമായ ജാതീയമായ ചിന്തകൾക്ക് അതീതമായി എല്ലാ മനുഷ്യരും ഏകോദര സഹോദരങ്ങളാണെന്നുള്ള കാഴ്ചപ്പാടോടു കൂടി തന്നെ ആണ് ശ്രീനാരായണ ദിവ്യപ്രബോധനവും ധ്യാനവും നടത്തി വരുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ രൂപം കൊടുത്ത, നേരിട്ട് സശരീരനായിരിക്കുമ്പോൾ രൂപം കൊടുത്ത 2 സംഘടനകൾ മാത്രമേ ഉള്ളൂ. ഒന്ന് 1903 രൂപം കൊടുത്ത ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗവും 1928 രൂപം കൊടുത്ത ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ്. ധർമ്മസംഘം ട്രസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ആധ്യാത്മികമായ വിഷയങ്ങളിൽ ഊന്നൽ കൊടുത്തുകൊണ്ടാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്ന് പറയുന്നത് സാമൂഹിക സാംസ്കാരിക രംഗത്ത് മാറ്റങ്ങൾ ഉണ്ടാവണമെന്ന കാഴ്ചപ്പാടിൽ ഗുരുദേവൻ രൂപം കൊടുത്ത സംഘടനയാണ്. ഒരു സംഘർഷാവസ്ഥ ഇവിടെ ഉണ്ടാക്കാൻ സമുദായത്തിനുള്ളിൽ സാറേ, അതിനകത്തുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പം ജനറൽ സെക്രട്ടറിയെ ശരിക്കും പേടിച്ച് തന്നെയാണ് ഇപ്പോൾ ഈ പല യൂണിയന്റെയും ഭാരവാഹികളും നിൽക്കുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ കാലാവധി കഴിഞ്ഞ് നിൽക്കുന്നതാണ്. 5 വർഷത്തെ കാലാവധി എന്നുള്ളത് യഥാവിധി തെരഞ്ഞെടുപ്പ് നടക്കേണ്ട ആ കാലഘട്ടം SNDP യോഗത്തിലും യൂണിയനിലും കഴിയും. ഇപ്പോൾ ഒരു പുതിയ കേസ് വന്നിട്ടുണ്ടായിരുന്നു. SNDP യോഗത്തിലെ മുഴുവൻ സ്ഥിരാംഗങ്ങൾക്കും വോട്ടവകാശം. ഹൈക്കോടതി അത് അംഗീകരിച്ചു. പക്ഷെ അതിനെതിരെ സുപ്രീം കോടതിയിൽ പോയിരിക്കുകയാണ് SNDP യോഗം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആദ്യ കാലങ്ങളിൽ 20 പേരെ പ്രതിനിധീകരിച്ച ഒരു സ്ഥിരാംഗം ഒരാൾക്ക് അവിടെ പ്രതിനിധിയായിട്ട് വോട്ട് ചെയ്യായിരുന്നു. പിന്നെ അത് 50-ലൊന്നാക്കി, പിന്നെ 100-ലൊന്നാക്കി, ഇപ്പോൾ 200-ലൊന്നാക്കി. 30 ലക്ഷത്തോളം വരുന്ന SNDP യോഗത്തിൻ്റെ സ്ഥിരാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ 200 പേരെ പ്രതിനിധീകരിച്ച് ഒരാളാണ് എത്തുക. അപ്പോൾ അത് ഒരാളെ സ്വാധീനിച്ച് എങ്ങനെ വേണമെങ്കിലും ഈ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. മുഴുവൻ ആളുകളുടെയും പ്രാതിനിധ്യം വരിക എന്ന് പറയുമ്പോൾ തീർച്ചയായും വലിയ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇരിക്കുന്ന നേതൃത്വം പുറത്തു പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം എന്തായിരുന്നാലും ഇപ്പോൾ 20-ാം തീയതി വീണ്ടും കേസ് ഇരിക്കുന്നു ഹൈക്കോടതിയിൽ. അത് സംബന്ധിച്ചൊരു തീരുമാനം ഉണ്ടാകും. ഇത് നോൺ ട്രേഡിംഗ് കമ്പനി എന്ന നിലയിൽ SNDP യോഗത്തെ സംബന്ധിച്ചിടത്തോളം ആ കമ്പനിയിലെ അംഗങ്ങളായിരിക്കുന്ന ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും വോട്ട് ചെയ്യാം. അത് തന്നെയാണ്. പിന്നെ ഒരു സൗകര്യത്തിന് ഇപ്പം അദ്ദേഹം ചോദിക്കുന്ന ഈ 30 ലക്ഷം പേരെ എങ്ങനെ എവിടെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യും? ഇവിടെ നമുക്കറിയാം കോടിയുടെ മുകളിൽ വരുന്ന ആള് നമ്മുടെ വോട്ടർമാർ അസംബ്ലി മണ്ഡലത്തിലുണ്ട്. നമ്മളിവിടെ വോട്ട് ചെയ്യുന്നില്ല. അതൊന്നും ഒരു പ്രായോഗിക പ്രശ്നമേ അല്ല. അതെല്ലാം നമുക്ക് നടപ്പാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ളതെന്ന് പറയുന്ന ഇതാണ്. അപ്പോൾ ഈ കാലാവധി കഴിഞ്ഞിരിക്കുമ്പോൾ എല്ലായിടത്തും അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ ആ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ ആരാണ് കമ്മിറ്റിയിൽ വേണ്ടത്, അതിൻ്റെ ചെയർമാൻ ആരായിരിക്കണം, കൺവീനർ ആരായിരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് ഇപ്പോൾ മുകളിൽ ജനറൽ സെക്രട്ടറിയിൽ നിക്ഷിപ്തമാണ്. അതുകൊണ്ട് അദ്ദേഹവുമായി അടുത്ത് നിൽക്കുന്ന ആളുകളെ മാത്രം ഈ ഭരണതലത്തിൽ കൊണ്ടുവന്ന് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന സ്ഥിതിയാണ്.
അപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് കൊടുക്കുന്ന നിർദ്ദേശം അക്ഷരം പ്രതി പാലിക്കുവാൻ ഇവർ തയ്യാറാണ്. അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. തയ്യാറായില്ലെങ്കിൽ നമ്മൾ മാറ്റിയിരിക്കും വേറെ ആളുകൾ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Unlock your future with quality education. Spot Admission 2026 is now open at Mary Martha College, Periyakulam, Theni, a premier institution run by the CMI Fathers, offering UG, PG, and PG diploma programs. Visit our Spot Admission camp at Deepika Book House, Kattapana on June 10th and 22nd. For admissions, call 999-4758-711. Mary Martha College, Periyakulam, where education meets opportunity.